ഹായ് ഹലോ ലിറ്റിൽ ഹാപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്ലിറ്റ് പോർഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് തന്നെ കുളമായെന്ന് വേണം പറയാൻ. ആ ഒരു സ്ലിറ്റ് പോർഷൻ ചുരുങ്ങി കെട്ടിയിരുന്നാൽ ഷേപ്പിൻ്റെ കാര്യം പിന്നെ നോക്കണ്ട, ആകെ കുളമായി. അപ്പം നമുക്ക് ആ ഒരു സ്ലിറ്റാണ് ആദ്യം പെർഫെക്റ്റ് ആക്കേണ്ടത്. ശരിക്കും എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് സ്ലിറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഷേപ്പ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ തയ്യൽ തുമ്പിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുക്കുക. അത് ശ്രദ്ധിക്കുക. നമ്മൾ ആ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഞാൻ ആ ഒരു കോണിൽ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ കാണിയുടെ വലിപ്പം കൂട്ടിയതിന് ശേഷം അവിടുന്ന് താഴോട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ലൈനിങ്ങോട് കൂടി തന്നെ ചേർത്ത് വെച്ച് വലിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ നമ്മൾ ആ ഒരു സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം മുതൽ താഴോട്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന്. എന്നാൽ മാത്രമേ നമ്മൾ ആ കറക്റ്റ് ഒരു സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ഷേപ്പ് നമ്മൾ ആ ഒരു നോച്ച് കൊടുക്കത്തില്ലേ, സ്ലിറ്റ് തുടങ്ങുന്ന ആ പോർഷനിൽ ഒരു കർവിൽ വരാതെ ഒന്ന് ഒടിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സാധാരണ എല്ലാവരും മാർക്ക് ചെയ്യുന്നത് ആ ഒരു സ്ലിറ്റ് പോർഷനിലോട്ട് ഒരു കർവ് പോർഷനിൽ ഒരു കർവ് ചരിവോട് കൂടിയാണ് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചുരുക്ക് വരും. പിന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതിന് പകരം ഇത് കാണിക്കുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് കൊണ്ടുവന്ന് കുത്തി നിർത്തി ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആ സ്ലിറ്റ് ഏത് ടൈപ്പിൽ നമ്മൾ ചുരുട്ടി അടിച്ചാൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് വരച്ച് ആ ഒരു നോച്ച് കൊടുത്തിരിക്കുന്ന ആ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം വന്ന് ഒടിച്ച് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വരച്ചിടുക. അതിന് ശേഷം വേണം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് വെച്ച് വലിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ അകത്തുനിന്ന് മടക്കി കൊടുക്കുക. സ്ലിറ്റ് മടക്കി കൊടുത്ത് രണ്ട് ഭാഗവും ഇത് കണക്ക് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു സ്ലിറ്റ് പോർഷൻ വരുന്ന ഭാഗം ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി സാവധാനം തിരിച്ച് വേണം സ്ലിറ്റ് മറുഭാഗവും മടക്കി അടിക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ജോയിൻ ചെയ്താണ് സ്ലിറ്റ് തയ്ച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ത്രെഡ് കട്ടർ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വലിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ആ നൂല് വലിച്ച് സാവധാനം പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആ ഒരു സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം കറക്റ്റ് നമ്മൾ 2-3 സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വലിയ കാണിയിട്ട് തയ്ക്കുക. അപ്പം നമുക്ക് ആ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു നൂല് വലിഞ്ഞ് വരുന്നത് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നീട് നമുക്ക് 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ആവശ്യമെങ്കിൽ മാത്രം. പിന്നീട് അടുത്ത ഒരു മെത്തേഡെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് പോർഷൻ വേറെ ബാക്ക് പോർഷൻ വേറെ ആയിട്ട് ലൈനിങ്ങോട് കൂടി ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് മടക്കി അടിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് അകത്ത് ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ വെളിയിൽ കാണത്തില്ല. അതേ കണക്ക് തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആ ഒരു സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് ഒടിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലിറ്റ് കിട്ടും. ഇത് ഒരേ
ചുരിദാറിനകത്ത് ഞാൻ കാണിച്ചെന്നതാണ്. രണ്ടും രണ്ട് രീതിക്ക്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു ഡിഫറൻസും ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഒരു ചുളിവ് പോലും ഇല്ലാതെ നമുക്ക് സ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ഏറ്റവും പ്രയോജനമുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.